വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം കാട്ടി കൊടുക്കുക എന്താണ് ബ്ലോഗേഴ്സ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. എന്ത് കഴിച്ചിട്ട് ബാക്കി വിശേഷം കഴിച്ചിട്ട് കാണാം. ബൈ. ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നൊരു ഏർലി മോർണിംഗ് വ്ളോഗാണ്. കോർഫുക്കാന് പോയി വെക്കാം. ഒരു സംഭവം ഉണ്ട് എന്ന് പറയുന്നുണ്ട്, എന്താ അവസ്ഥ എന്നറിയില്ല. ജസ്റ്റ് പോയി വെക്കാം എന്താ അവസ്ഥ. അപ്പൊ രാവിലെ തന്നെ വെജ് മീന്, മസാല ദോശയും നെയ്റോസ്റ്റ് ഒക്കെ തിന്ന് അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് അപ്പൊ ഞാൻ ജസ്റ്റ് പോയി നോക്കാം എന്താ അവസ്ഥ. അവിടെ പോയാലേ അറിയുള്ളൂ ഉണ്ടോ സംഭവം ഉണ്ടോ ഇല്ലയെന്ന് അല്ലേ. പോയി നോക്കാം. അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കാണ്. അപ്പൊ എന്തൊക്കെ ഓക്കെ, ഇത് ഏതാ റോഡ്? നമ്മള് കോർഫുക്കാന് പോവാണ്. എന്താ ഒരു സംഭവം കണ്ടിട്ട് പോവാണ്. എന്താവെന്ന് അറിയില്ല. അവിടെ പോയി നോക്കിയാലേ അറിയാം തിരക്കുണ്ടോ ഇല്ലേ, സംഭവം ഉണ്ടോ ഇല്ലേ. അപ്പോ ഓൺ ദ വേ ആണ്. അപ്പൊ ബാക്കിയുള്ള വിശേഷം. ഫുഡ് കഴിച്ചു. നല്ല അടിപൊളി മസാല ദോശയും നെയ് റോസ്റ്റും വടയും വെജ് മീൻ കഴിച്ചു. ഇനി നമ്മൾ ഓൺ ദ വേ ആണ്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ പോയിട്ട് കാണാം അല്ലേ. വേറെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയുള്ളത്? പുതിയ അപ്ഡേറ്റ്സ് എന്തെങ്കിലും അപ്ഡേറ്റ്സ്? അതൊക്കെ അത് മനുഷ്യന് വൈകുന്നേരം രാവിലെ 5 എനിക്ക് കാണാൻ വേണ്ടിയിട്ട് വൈകുന്നേരം അല്ല രാവിലെ 5:30 അതിന്റെ ലൈവ്. എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് വർക്കൊക്കെ കഴിച്ചിരുന്ന് കണ്ടു. കാര്യമായിട്ടൊന്നും കണ്ടില്ല. അതല്ല ഞാൻ ചോദിക്കാൻ നമുക്കില്ലേ ഒരു ഇത് ചോദിക്കാം അവരോട്. കമന്റ് സെക്ഷനിൽ പറയാ നമ്മൾ എന്തെങ്കിലും ചാലഞ്ചസ് ഒക്കെ ആയിട്ട് വരണോന്ന്. എങ്ങനെ എന്താല്ല ഹൂഡ് ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേക ചാലഞ്ച്, മറ്റേ ചാലഞ്ച് ഇങ്ങനെ ഉണ്ടല്ലോ യൂട്യൂബിൽ കാണുമല്ലോ. ഡാൻസ് ചാലഞ്ച് അല്ലെങ്കിൽ മറ്റേ ഹൂ നോസ് ഹൂ ബെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചാലഞ്ച് ഉണ്ടല്ലോ. എന്റെ പാട്ടാ നമ്പറിന്റെ പാട്ടാ. ഏത് എനിക്ക് പാട്ടാണ് ഇപ്പൊക്കല്ല പാട്ടാണ് അല്ലേ. പാടുക. നമ്മുന്റെ ഉപ്പാക്കല്ല പാട്ടാടാൻ അറിയാം. അപ്പാനോട് പാടാൻ പറയാം. നമ്പറിന്റെ പാട്ടോ. നമ്പർ കിടക്ക്. എത്താനായാ എത്താനായാ 20 minutes. സ്പോട്ട് വാദി ഷീസ് പാർക്കിൻ്റെ ആ റോഡ് ഇങ്ങനെ മേലെയാണ് ആ പാർക്ക് ഉള്ളത് കേട്ടോ. കോർഫുക്കാൻ റോഡാണ്. കോർഫുക്കാൻക്ക് പോണ റോഡ്. ആ നേരെ ഇങ്ങനെ വന്നിട്ട് ഈ റോഡ് നേരെ റോഡ് ഇങ്ങനെ വന്നിട്ട്
താഴെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ റോഡ് ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു ഇടവഴി ഇങ്ങനെ നടന്ന് പോയാൽ നമ്മളെ വെള്ളച്ചാട്ടത്തിൽ. അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി പോയൊക്കെ എന്താ അവസ്ഥ? ഓ, ഇവിടെ അടിപൊളി സീനറിയാണ്. എങ്ങനെയുണ്ട്? ചാടിക്കോ. റെഡി 1 2 3 വെള്ളത്തേക്ക് ചാടിക്കോ. നമ്മൾ ചാട്. തിരക്കൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് തിരക്കില്ലാത്ത. ഇന്നലൊക്കെ നല്ല തിരക്കായിരുന്നു നമ്മൾ കണ്ടത്, നെറ്റിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടത്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടത് നല്ല തിരക്കായിരുന്നു. ഇന്നിപ്പോൾ ആരുമില്ല, വീക്ക് ഡേ ആയതുകൊണ്ട് നമ്മൾ തന്നെ ഉള്ളൂ. നല്ല ക്ലിസ്റ്റർ വെള്ളമാണ്. നമ്മൾ തണുക്കുണ്ടോ? ചാടിക്കോ. എടീ 1 2 3 ചാട്. അയക്ക് നമ്മളെ ചാട്. ഓളോട് ചാടാ പറയും. അപ്പൊ തിരക്കില്ലാതെ വന്ന് ക്ലിയർ വെള്ളത്തിൽ കുളിക്കണം എന്നുണ്ടെങ്കിൽ വീക്ക് ഡേയ്സിൽ വരാം. ഈ വെള്ളം വീക്ക് ഡേയ്സിൽ വരാം. വീക്കെൻഡിൽ നല്ല തിരക്കേക്കാരം. പിന്നെ ഈ ഒരു വെള്ളം ഒരാഴ്ച കൂടി ഉണ്ടാവുള്ളൂ തോന്നുന്നുണ്ട്. വെള്ളം ഒരു അരക്കത്ര ഉള്ളൂ വെള്ളം. അപ്പോൾ വീക്ക് ഡേ കൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ തന്നെ ഉള്ളൂ, ആരുമില്ല. കാണിച്ചിടാം, കണ്ടോ? ആരുമില്ല. അടിപൊളി പ്രൈവറ്റ് ആയിട്ട് വന്ന് നമുക്ക് കുളിച്ച് അടിച്ച് പൊളിച്ച് പോകാൻ പറ്റും. ചാടിക്കോ. 1 2 3. ഇവിടെ ഒരാളെ നീന്താൻ പഠിപ്പിക്കാം. നമ്മളെ നീന്താൻ പഠിപ്പിക്കാം. എങ്ങനെ പോണേ? മേലെ പോവാ. അടിപൊളി വാട്ടർ. പിന്നെ വേറെ ആരുമില്ല, നമ്മൾ തന്നെ ഉള്ളൂ. കണ്ടോ? ആരുമില്ല. ഇത് വീക്ക് ഡേയിൽ വന്നോട്ടാണ് കേട്ടോ അത്ര തിരക്കില്ലാത്തത്. അപ്പൊ ചാലഞ്ചാണ്. എത്ര ടൈം വെള്ളത്തിന്റെ അടിയിൽ മുങ്ങി നിൽക്കാൻ പറ്റും നോക്ക്. 1 2 3 സ്റ്റാർട്ട്. അയ്യേ, വെറും 10 സെക്കൻഡ് പോലും ആയില്ല. ഈ വെള്ളത്തിന്റെ ഒരു ക്ലാരിറ്റി നോക്കിക്കേ, ക്ലിയർ നോക്കിക്കേ. അടിപൊളി വെള്ളം കേട്ടോ. അടിപൊളി വെള്ളമാണ്. അടിപൊളി പറഞ്ഞാൽ അടിപൊളി വെള്ളം. നമ്മൾ മാത്രമേ ഉള്ളൂ അടിപൊളി വെള്ളത്തിൽ. സൂപ്പറാണ്. ഡേയ്സിൽ വരാൻ നോക്കുക. ഓക്കെ, അതും ഈ വീക്ക് തന്നെ വരാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. വെള്ളം കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നല്ല ക്ലിയർ വെള്ളമാണ്. ഇപ്പോൾ ആളുകൾ കൂടി തുടങ്ങി. ഇപ്പോൾ ഞങ്ങൾ എല്ലാം മൂവ് ആളുടെ പരിപാടിയാണ്. വെള്ളം അടിപൊളി വെള്ളമാണ്, ക്ലിയർ ആയ വെള്ളം. തണുപ്പ് കുറവാണ്. ഇപ്പോൾ തണുപ്പ് അത്ര തണുപ്പില്ല, നോർമൽ വെള്ളം. പറ്റാന്ന് പറയില്ലേ, നമ്മൾ ഈ മഴയൊക്കെ പെയ്യാൻ നേരത്തുണ്ടാവണ കുറെ
അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു വെള്ളത്തിന്റെ എക്സ്പീരിയൻസ്, വെള്ളച്ചാട്ടത്തിന്റെ? എങ്ങനെയുണ്ടായിരുന്നു? മാക്സിമം രാവിലെ നേരത്തെ വരെ അല്ലേ? വെയിൽ ചൂടാൻ പാടില്ല, നേരത്തെ രാവിലെ വരാം. അപ്പൊ അടിപൊളിയാ. വീഴും കൈ പിടിച്ചാലാ വീഴും. അപ്പൊ സ്പോട്ട് ആരും മറക്കണ്ട. കോർഫക്കാലില് വാദി ഷീസ് പാർക്ക് അല്ലേ? പാർക്കിന്റെ ആ ഒരു എൻട്രൻസ് കയറിയിട്ട് താഴോട്ട് കുറേ വരുമ്പോൾ കുറച്ച് ഇറങ്ങാണ്ടല്ലേ? കുറച്ച് ഇറങ്ങി വരാണ്ട് കുറച്ച്. ഈ ഒരു ഇടിഞ്ഞ ഇത് വാദി ഷീസ് പാർക്കിന്റെ ആ താഴത്തെ റോഡാണ്. ഇവിടെ ഇങ്ങനെ ഈ ഒരു ഗ്രില്ലിങ്ങനെ ഇടിഞ്ഞു വീണ ഭാഗത്ത് എങ്ങനെയുണ്ട് നമ്ര? സൂപ്പർ. വെള്ളത്തിൽ കളിച്ചാ നമ്മ ബീച്ചിക്ക് വരണ? ബീച്ചിക്ക് വന്നാ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ട് അല്ലേ? ആ റോഡ് നേരെ വന്നാല് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം. ബൈ ഗായ്സ്. അപ്പൊ ഇതാണ് റോഡ്. ഇതാണ് ആ ഒരു ഇടവഴി ഉണ്ടല്ലോ, ആ ഒരു ഇടവഴി കൂടി നേരെ നടന്നു പോയാൽ നമുക്ക് പിന്നെ കാണാം. മൊബൈലിൽ എത്തിയില്ലേ? കോർഫക്കാന് ഫുഡ് കഴിക്കണം, വിശക്കുന്നുണ്ട്. നമ്മറ ഉറങ്ങി പോയിക്കുന്നു. നല്ല കളിയായിരുന്നാല് കുറച്ചേരം. നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. മീൽസ് ഉണ്ട് വെച്ചിട്ട് കയറിയതാ. മീൽസ് അവിടെ ഇല്ല. ഇനി നെക്സ്റ്റ് ഞാൻ ഉണ്ടാവുന്ന വിചാരിച്ച റെസ്റ്റോറൻ്റ് അല്ലേ? അപ്പം ഉണ്ടാവുന്ന വിചാരിച്ച് കയറിയതാ. പക്ഷെ ഇല്ല. നമുക്ക് ഇനി അടുത്ത എവിടെ പോവാ? ഫിഷ് കിട്ടിക്കൂടി പോയാൽ പോലെ. അപ്പോൾ നെക്സ്റ്റ് റെസ്റ്റോറൻറ്റ് പോയി നോക്കട്ടെ എന്താ അവസ്ഥ. ചെറിയ പ്രൊമോഷൻ ആയിട്ട് വരികയാണ്. ഒരു പ്രൊമോഷൻ വീഡിയോ എടുത്തിട്ട് വരികയാണ്. ഇതിപ്പോ തൊട്ടാലും മുടിച്ചാലൊക്കെ പ്രൊമോഷൻ തന്നെയാണല്ലോ. ഈ സ്റ്റാർട്ടപ്പ് അല്ല, അപ്പോൾ ചെറിയ ബിസിനസ് ഉണ്ടാവും. ഇതിനെ കുറിച്ച് അറിയില്ലല്ലോ. സ്റ്റാർട്ടപ്പ് ആകുമ്പോൾ കുറച്ചൊരു ഹാർഡ് വർക്ക് ഇടേണ്ടിവരും. അപ്പോഴേ കാര്യങ്ങൾ നടക്കും. എന്നിട്ട് ഇപ്പൊ എങ്ങോട്ടാ പോകുന്നിട്ട്? ഇപ്പൊ അത് കഴിഞ്ഞ് വരികയാണ്. നീ വീട്ടിൽ പോവാ അല്ലേ? നീ വീട്ടിൽ പോകണം. അതല്ല നമ്മറ എങ്ങോട്ടാ പോകുന്നത്? ജസ്റ്റ് നമ്മളെ താഴെയുള്ള സൂപ്പർ മാർക്കറ്റിൽ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. പറയും അങ്ങനെ ഒരാളെ ബ്ലോഗ് ഒന്നുമില്ല, രണ്ടുപേർക്കും സംസാരിക്കാം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പുറത്ത് നടക്കാറിങ്ങിയതാണ്. കാണില്ല ശരിക്കും, ജസ്റ്റ് ഇങ്ങനെ പുറത്ത് നടക്കാറിങ്ങിയതാണ്. പിന്നെ അതെ എപ്പോഴും ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുന്ന കാര്യം എന്താ? ആര് ഉറങ്ങല്ലേന്നാ ഇത്രയും നേരം? ഇവിടെ എന്തോ പൊയ്ക്കണല്ലോ. വാട്ട് ഈസ് ഹാപ്പൻഡ്? അപ്പൊ നമ്മള് രാത്രി ജസ്റ്റ് നടക്കാറിങ്ങിയതാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാണ്ട് വീട്ടിൽ പോയി റെസ്റ്റ് അല്ല വീട്ടിൽ പോയി. പിന്നെ ഇപ്പോഴാണ് പുറത്തിറങ്ങണത്. ഒരാൾ പോത്ത് പോലെ കിടന്നുറങ്ങി 4 മണിക്കൂർ. ഞാൻ ഉറങ്ങിയിട്ടില്ലല്ലോ. തിരിച്ച് വീട്ടിൽ തന്നെ പോവാണ്. അപ്പൊ ചാലഞ്ചസിന്റെ കാര്യം പറയാം. നമ്മൾ എന്ത് ചാലഞ്ച് അങ്ങനെ എന്തെങ്കിലും യൂട്യൂബിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ദിസ് ചാലഞ്ച് ദിസ് ഓൾ ദാറ്റ് എന്നൊക്കെ പറയട്ടെ. ഫണ്ണി ചാലഞ്ച്, ഡാൻസ് ചാലഞ്ച് ബൈ ഡാൻസ് മാസ്റ്റർ. ഓ
അതിൽ പാട്ടൊക്കെ പാടുന്ന മദ്രസിലൊക്കെ കുറെ പാട്ട് പാടി വീട്ടിൽ കുറെ ഗ്ലാസും പ്ലേറ്റും ഒക്കെ കിട്ടി സമ്മാനം കിട്ടി. ഓക്കെ, അപ്പൊ എന്താ പറയാനുള്ളത്? സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് പറയൂ. എന്ത് പറയാനാ, നമ്മളെന്താ പറയാനുള്ളത്? അപ്പൊ എല്ലാരും വീഡിയോ വാച്ച് ചെയ്ത് വിചാരിക്കുന്നു. നമ്മള് രാവിലെ പോയിക്കുന്നത്, രാവിലെ കുറച്ചുകാലം നമ്മള് വെള്ളം ഉണ്ടാവുമെന്നൊന്നും പ്രതീക്ഷിച്ച് പോയതല്ല. കാരണം ഇന്നലെ ഒരു വീഡിയോ കണ്ടിരുന്നു അല്ലേ, കുറച്ച് വെള്ളം ഉള്ളൂ, പിന്നെ നല്ല തിരക്കാണ്. പക്ഷെ നമ്മള് രാവിലെ നേരത്തെ പോയോണ്ട് ആളെന്നെ അല്ലേന്നു അല്ലേ. അപ്പൊ നമ്മളവിടെ കുറെ ടൈം സ്പെൻഡ്. നമ്മള് ഒരു ഉച്ചക്കായപ്പോ ഒരു 10 മണി 10:30 ആയപ്പോഴത്തേക്കും 10 മണി ആയപ്പോഴത്തേക്കും പിന്നെ നല്ല ചൂടായി തുടങ്ങി. അപ്പൊ പിന്നെ നമ്മള് വല്ല പോന്നു. പിന്നെ നമ്മൾ പോരുന്ന സമയത്ത് ആള് വരൽ തുടങ്ങി. അപ്പൊ പിന്നെ നമ്മളങ്ങനെ പോന്നു. പിന്നെന്താ പിന്നെ ഒട്ടും പോയിട്ടില്ല. പിന്നെ ഇന്നിപ്പോ ഉറക്കം ശരിയാകത്തോണ്ട് കിടന്ന് ഉറങ്ങിപ്പോയി. ഇനിയിപ്പോ ഒന്ന് എണീച്ചിട്ട് ഇപ്പൊ എണീച്ചൊന്നല്ലേ ശരിയായിട്ടുള്ളൂ. ഇനിയിപ്പോ ഒരു സാമ്പിൾ വാങ്ങാൻ പോകുന്നുണ്ട്. ഇപ്പൊ പുതിയ പെർഫ്യൂമിന്റെ സാമ്പിൾ വാങ്ങാൻ പോകുന്നുണ്ട്. അപ്പോ അതിന്റെ ഒരു വ്ലോഗ് പിന്നിടാം. ഓക്കെ, നമുക്ക് ആരെ ഇഷ്ടം? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചലഞ്ച് നമ്മള് 1 2 3 എന്ന് പറഞ്ഞിക്കാണ്ട് ഓളെ മുഖത്ത് നോക്കുമ്പോൾ ഓൾ ആരെയും നോക്കണത്, അവർക്ക് ആരും ഓള് ഫസ്റ്റ് നോക്കണം, ഓരോടാണ് ഓൾക്ക് ഭയങ്കര ഇഷ്ടം. നമ്മൾ ചെയ്ത് നോക്കാം. അതിന്റെ ആവശ്യം ഓൾക്ക് അല്ലെങ്കിൽ നടുവിലിരുത്ത് അത് ഓൾ നോക്കൂല. ഓക്കെ, നമ്മ അങ്ങോട്ട് നോക്കട്ടാ. 1 2 3 പറയും. 1 2 3. ഓളെ മുഖത്തേക്ക് നോക്കേ. ഓളെ മുഖത്തേക്ക് 1 2 3 എന്ന് പറയുമ്പോ നമ്മള് രണ്ടുപേരും ഓളെ നോക്കുക. ഓൾ ആരെ നോക്കണേ, ഓരോടാണ് ഓൾക്ക് ഇഷ്ടം എന്നാണ് ഞാൻ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത്. അങ്ങനെ കണ്ടില്ല, ഇൻസ്റ്റാഗ്രാമിൽ ഒരു ട്രെൻഡാണ്. ജസ്റ്റ് നോക്കി ചെയ്ത് നോക്കേ. മടിയിലിരുത്തരുത്, നടുവിലിരുത്തണം, എന്നാലേ പ്രൊപ്പോഷൻ ശരിയാവുള്ളൂ. നടുവിലിരുത്ത്. ഓക്കെ ഓക്കെ. ഞാൻ ക്യാമറക്ക് 1 2 3 എന്ന് പറയുമ്പോ 1 2 3 എന്നാണ്ട് ക്യാമറ പിന്നെ ഇങ്ങോട്ട് നോക്കാം. ഓക്കെ, 1 2 3. അങ്ങനല്ല 1 2 3 അല്ല. ഓള് പറഞ്ഞ് മനസ്സിലാക്കേ. 1 2 3 അല്ല 1 2 3 പറഞ്ഞ അതല്ല. നമ്പറ 1 2 3 എന്ന് പറഞ്ഞ് ഇപ്പി നമ്മൂന്റെ മുഖത്ത് നോക്കൂ. ഓക്കെ ഓക്കെ, അങ്ങോട്ട് ആദ്യം ക്യാമറയ്ക്ക് നോക്കും. 1 2 3 പറയുമ്പോ ക്യാമറയ്ക്ക്. ഓക്കെ, 1 2 3. ഒരു 3 ഇല്ല, കഴിഞ്ഞു. അവിടെ തീർന്നു. അതില്ല, ആ ചലഞ്ച് തീർന്നു. തീർന്ന കാര്യം തീർന്നു. അത്ര തന്നെ. അത് ഒറിജിനൽ ഓടിച്ചെടുത്താണ്. അത് ഒറിജിനലാണ്. ഒരു ഋതുല്ല. അവനാണ് കിട്ടാത്തപ്പോ ഋതം കിട്ടണ്ട. അവനാണ് കിട്ടാത്തപ്പോൾ ഋതം കിട്ടണ്ട. ഒരു വർത്താനല്ല. അത് ഓളന്നെ ഒറിജിനലായിട്ട് വന്നു പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അത് കറക്റ്റ് അല്ലല്ല. ഇനി പറഞ്ഞു ചെയ്യിപ്പിക്കണ്ട. ഇനി വേണ്ട, ഒരു ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല. അത് തീർന്ന്. നമുക്ക് എവർ കിട്ടാ. 1 2 അല്ല, നോക്കണം. ഓളെ പറഞ്ഞ് മനസ്സിലാക്കാം. 1 2 3 നോക്കണ അങ്ങനല്ല. ഇപ്പി ഇമ്മയും 1 2 3 എന്നാണ് നമ്മൂന്റെ മുഖത്ത് നോക്കും. ഓക്കെ, അങ്ങോട്ട് നോക്ക്. 1 2 3. ഒന്നുമില്ല മോളെ, ഇപ്പൊ മനസ്സിലായോ? സ്നേഹം പെൺകുട്ടികൾക്ക് സ്നേഹം ബാപ്പാരുടെ മനസ്സിലായില്ല. ഇപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ അപ്പൊ പെൺകുട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ല കൊറേ പറയണ്ട. കഴിഞ്ഞു 3 2 വിജയിച്ചില്ല. ഇനിയിപ്പത്തെ 3 കാര്യമുള്ളത് ഇതൊന്നുണ്ടാകാ അല്ല എന്നോട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ, പെൺകുട്ടികൾക്ക് ബാപ്പമാരാണ്. ഓക്കെ, ഇതിന്നൊരു കാര്യം മനസ്സിലായല്ലോ.
ഇതൊക്കെ മനസ്സിലായി. ആ ഇനിയിപ്പൊ അത് പറയാ 3 വട്ടം ധൃതം പറഞ്ഞു കൊടുത്ത് കാണണ്ടേ ഓക്കത് പറഞ്ഞത് ചെയ്യണം. ഇത് പറഞ്ഞു കൊടുക്കാനാണ് അവള് ചെയ്യണത്. ആ ഞാൻ കൂടെ പോയി പറയാണ് ചെയ്യണത്. ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇജ്ജ് എടുത്തിട്ടാണ് അവള് നോക്കണത്. ആ എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ ആ മതി 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 അത് കഴിഞ്ഞു. പിന്നെ നമ്മന് ശരിക്കാരെ ഇഷ്ടം. ആ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. കാരണം കുറച്ച് പണിയുണ്ട്, നാളെ വർക്കും ഉണ്ട്. അപ്പോ ഒരാൾ ഇവിടെ നല്ല എന്താണിത് ലബന്റെ ഒരു ഫുൾ തൈര് സോറി യോഗേർട്ട് ഫുള്ള് ഒറ്റടിക്കാൻ നിന്നത് വലിയ സ്പൂണ്. യെസ് 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 സ്പൂൺ. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇനി പുതിയ വ്ളോഗ് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ പിന്നെ അത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.